കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള പുതുയുഗ യാത്ര ആരംഭിക്കുകയാണ്. ഒരു പുതുയുഗത്തിന്റെ പിറവിയായിരിക്കും എന്നാണ് വി.ഡി. സതീശൻ അവകാശപ്പെടുന്നത്. ഈ ഒരു അവസരത്തിൽ നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാനായിട്ടുള്ള ഒരേ ഒരു ചോദ്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, UDF 2026 ഏപ്രിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ വിദ്യാഭ്യാസ വകുപ്പും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും കോൺഗ്രസ് ഏറ്റെടുക്കുമോ അതോ മുസ്ലിം ലീഗ് തന്നെയായിരിക്കുമോ ഭരിക്കുന്നത്? മുസ്ലിം ലീഗിന്റെ കൈവശത്ത് നിന്ന് ഈ വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുക്കാൻ അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുക്കാനായിട്ടുള്ള ഒരു ആർജവം വി.ഡി. സതീശൻ കാണിക്കുമോ എന്നറിയാനായിട്ട് കേരളത്തിലെ പൊതുസമൂഹത്തിന് താല്പര്യമുണ്ട്. മുസ്ലിം ലീഗ് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ മറ്റു പല സമുദായ അംഗങ്ങളും അവഗണിക്കപ്പെടും. UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുക്കുവാനുള്ള ആർജവം UDF ഉണ്ടോ? പക്ഷെ ആ വകുപ്പ് ഏറ്റെടുക്കാനായിട്ട് കോൺഗ്രസിന് എന്താണ് പ്രശ്നം എന്നുള്ളതിനെ കുറിച്ച് കോൺഗ്രസ് വ്യക്തമാക്കട്ടെ. നമസ്കാരം. UDFന്റെ പുതുയുഗ യാത്ര ആരംഭിക്കാൻ പോവുകയാണ്. വി.ഡി. സതീശൻ പറയുന്നത് ഒരുപാട് മാറ്റങ്ങളാണ്. എന്തായിരിക്കും സംഭവിക്കാൻ പോകുക? വി.ഡി. സതീശൻ ഇന്ന് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള പുതുയുഗ യാത്ര ആരംഭിക്കുകയാണ്. ഒരു പുതുയുഗത്തിന്റെ പിറവിയായിരിക്കും എന്നാണ് വി.ഡി. സതീശൻ അവകാശപ്പെടുന്നത്. എല്ലാവിധ ആശംസകളും പ്രതിപക്ഷ നേതാവിന്. കാരണം പുതിയൊരു കേരളത്തെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പരിശ്രമത്തിന് നമ്മൾ എല്ലാവിധ ആശംസയും പിന്തുണയും നൽകേണ്ടതുണ്ട്. കാരണം ഏതൊരു ആശയവും ഒരു വ്യക്തി മുമ്പോട്ട് വയ്ക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് കേരളത്തിലെ പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ടതുണ്ട്. അത് നല്ലതാണെങ്കിൽ അതിനെ സ്വീകരിക്കേണ്ടതുണ്ട് എന്നുള്ളൊരു പക്ഷക്കാരനാണ് ഞാനെപ്പോഴും. അതിനകത്ത് രാഷ്ട്രീയ മുഖം നമ്മൾ നോക്കേണ്ട കാര്യങ്ങളില്ല. കാരണം ഇടതുപക്ഷമായിക്കൊള്ളട്ടെ വലതുപക്ഷമായിക്കൊള്ളട്ടെ ഈ പറയുന്ന NDA ആയിക്കൊള്ളട്ടെ, NDA മുമ്പോട്ട് കൊണ്ടുവന്ന അല്ലെങ്കിൽ BJP മുമ്പോട്ട് കൊണ്ടുവന്ന വികസിത കേരളത്തിന് നമ്മൾ എല്ലാവിധ ആശംസകളും നേർന്നിരുന്നു. അവരുടെ എല്ലാ കാഴ്ചപ്പാടുകളെയും നമ്മൾ പിന്തുണയ്ക്കുന്ന രീതിയിൽ തന്നെ ആ വികസിത കേരളവുമായി ബന്ധപ്പെട്ട് എല്ലാവിധ പിന്തുണയും നമ്മൾ നൽകിയിരുന്നു. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരു പുതുയുഗ യാത്ര വി.ഡി. സതീശൻ കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്ന സമയത്ത് അത് ഈ കേരളത്തിന് എന്തെങ്കിലും തരത്തിലൊക്കെയുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു യാത്രയാണെങ്കിൽ അത് വിജയിക്കട്ടെ എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഒരു അവസരത്തിൽ പറയാൻ വേണ്ടി സാധിക്കുക. വി.ഡി. സതീശൻ ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ പറയുന്ന സമയത്ത്, കാരണം ചെറുപ്പക്കാരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് ഒരു വകുപ്പ് തന്നെ ഉണ്ടാക്കും എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. കാരണം നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇവിടെ തന്നെ നിലനിൽക്കാനും തൊഴിലധിഷ്ഠിത കോഴ്സുകൾ ആരംഭിക്കുന്നതിനെക്കുറിച്ചും ഒക്കെ ഒരുപാട് അദ്ദേഹം വാചാലനാവുന്നുണ്ട്. അതെനിക്ക് ഏറ്റവും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു സബ്ജക്റ്റ് ഇതാണ്. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഒരു വകുപ്പ് തന്നെ രൂപീകരിക്കുമെന്നും അതിനു വേണ്ടിയിട്ട് എല്ലാവിധ കാര്യങ്ങൾ ചെയ്യുമെന്നും ഒക്കെ അദ്ദേഹം ഉറപ്പ് നൽകുന്നുണ്ട്. ഈ ഒരു അവസരത്തിൽ നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാനായിട്ടുള്ള ഒരേ ഒരു ചോദ്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, UDF 2026 ഏപ്രിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ വിദ്യാഭ്യാസ വകുപ്പും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും കോൺഗ്രസ് ഏറ്റെടുക്കുമോ അതോ മുസ്ലിം ലീഗ് തന്നെയായിരിക്കുമോ ഭരിക്കുന്നത്? കാരണം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് UDF അധികാരത്തിൽ വരുന്ന സമയത്തൊക്കെ ഈ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗ് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് കോൺഗ്രസിന്റെ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഒക്കെയുള്ള കോൺഗ്രസിൻ്റെതായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ നയം കേരളത്തിൽ രൂപപ്പെടുത്താൻ സാധിക്കാതെ വരുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. മുസ്ലിം ലീഗിന്റെ കൈവശത്ത് നിന്ന് ഈ വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുക്കാൻ അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുക്കാനായിട്ടുള്ള ഒരു ആർജവം വി.ഡി. സതീശൻ കാണിക്കുമോ എന്നറിയാനായിട്ട് കേരളത്തിലെ പൊതുസമൂഹത്തിന് താല്പര്യമുണ്ട്. ഇതിനു മുമ്പ് LDF PJ ജോസഫ് LDFന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന സമയത്ത് PJ ജോസഫാണ് അവിടെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത്. അതിനുശേഷം പിന്നീട് CPM തന്നെ വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുത്തത് കൊണ്ടാണ് ഇപ്പോൾ കൃത്യമായിട്ട് യൂണിവേഴ്സിറ്റികളിൽ എക്സാം നടക്കുന്നത്, +2 എക്സാമുകൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്കൂളുകളിൽ കൃത്യസമയത്ത് പാഠപുസ്തകം എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള യാഥാർത്ഥ്യമുണ്ട്. ഇതിനു മുമ്പ് 2011 മുതൽ 2016 വരെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ സ്കൂളുകളിൽ പുസ്തകം ലഭ്യമാക്കുമായിരുന്നു. അബ്ദുറബ്ബിന്റെ ആ ഒരു കാലഘട്ടം ഒന്ന് ആലോചിച്ച് നോക്കൂ. കാരണം കേരളത്തിലെ ഏതെങ്കിലും ഒരു സ്കൂളിൽ കൃത്യസമയത്ത് പുസ്തകം എത്തിയിട്ടുണ്ടോ? കൃത്യസമയത്ത് പരീക്ഷകൾ നടന്നിട്ടുണ്ടോ? കൃത്യസമയത്ത് യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഒന്നുമില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു ഘടകകക്ഷിയുടെ, പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്ത് KM ഷാജിയൊക്കെ പറഞ്ഞിരിക്കുന്ന പ്രസ്താവന എന്താണ്? കഴിഞ്ഞ 10 വർഷക്കാലം മുസ്ലിം സമുദായത്തിന് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള സ്ഥാപനങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് കൂടിയിട്ടാണ് ഇപ്രാവശ്യം UDF അധികാരത്തിൽ വരേണ്ടത് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്.
അപ്പോൾ അങ്ങനെ ഒരു സംസാരം KM ഷാജിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്ന ഈ ഒരു സമയത്ത് ആണ് VD സതീശനോട് വളരെ ഗൗരവകരമായിട്ട് കേരളത്തിലെ പൊതുസമൂഹം ചോദിക്കുന്നത്. കാരണം കേരളത്തിന്റെ UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുക്കുവാനുള്ള ആർജവം UDF ഉണ്ടോ, അതോ നിങ്ങൾ ആ വകുപ്പ് മുസ്ലിം ലീഗിന്റെ കൈകളിൽ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് ആ വകുപ്പ് കേരളത്തിൽ വിദ്യാഭ്യാസ കച്ചവടത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും, അതല്ല എങ്കിൽ ഒരു ന്യൂനപക്ഷത്തിന്റെ മാത്രം ഡെവലപ്മെന്റ് നോക്കി അവരുടെ നേട്ടം നോക്കിക്കൊണ്ട് സ്കൂളുകൾ അനുവദിക്കുന്ന, കോളേജുകൾ അനുവദിക്കുന്ന ഒരു രീതിയായിരിക്കില്ല കേരളം കാണാൻ വേണ്ടി പോകുന്നത്. അങ്ങനത്തെ ഒരു സാഹചര്യം നിലവിൽ വന്നു കഴിഞ്ഞാൽ VD സതീശൻ സ്വപ്നം കണ്ടിട്ടുള്ള ഈ തൊഴിലധിഷ്ഠിത കോഴ്സുകൾ ഇവിടെ വരുമോ? ഇദ്ദേഹത്തിന്റെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുമോ? ഈ ജാഥയുടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് എവിടെയെങ്കിലും എത്തുന്ന സമയത്ത് VD സതീശൻ സധൈര്യം ഒന്ന് പറയട്ടെന്നേ. ഒരുപക്ഷെ ഈ ചോദ്യത്തോട് അദ്ദേഹം പ്രതികരിക്കുക ഇങ്ങനെയായിരിക്കും, കാരണം സർക്കാർ അധികാരത്തിൽ വന്നാൽ വകുപ്പുകൾ ആർക്കൊക്കെ വേണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ ഉഭയകക്ഷി ചർച്ചകൾ നടത്തുമെന്ന്. അതല്ല എന്നേ, അതിനു മുമ്പ് തന്നെ VD സതീശൻ പ്രഖ്യാപിക്കണം. വിദ്യാഭ്യാസ വകുപ്പ് കേരളത്തെ ഏറ്റവും കൂടുതലായിട്ട് ബാധിക്കാൻ പോകുന്ന ഒരു പ്രശ്നമാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല ഇപ്പോൾ കേരളത്തിലെ വിദ്യാഭ്യാസത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളുകളിലൊക്കെ കൃത്യമായിട്ട് ഇപ്പോൾ പാഠപുസ്തകങ്ങൾ എത്തുന്നുണ്ട്. ഒരു പ്രശ്നവും അവിടെ ഇല്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. സിലബസുകളിൽ കൃത്യമായിട്ടുള്ള അപ്ഡേഷൻസ് നടക്കുന്നുണ്ട്. തൊഴിലധിഷ്ഠിത കോഴ്സുകൾ ഒരുപാട് പുതിയതായിട്ട് ഫോം ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ അത് വേണ്ട രീതിയിൽ വിദ്യാർത്ഥികളിലേക്ക് എത്താത്തതിന്റെ പ്രശ്നമുണ്ട്. അത് എത്തേണ്ടതുണ്ട്. കാരണം അതിനുള്ള ഒരു അവയർനെസ് പ്രോഗ്രാം കൂടി സർക്കാരിന്റെ ഭാഗത്തുനിന്നുകൂടി വരേണ്ടതുണ്ട്. അതുകൂടാതെ നമ്മളുടെ വിദ്യാർത്ഥികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് അവർ പഠിച്ചിറങ്ങുന്നതോടുകൂടി അവർ പഠിച്ചിറങ്ങുന്ന സബ്ജക്റ്റുകൾ ഔട്ട്ഡേറ്റഡ് ആയി പോകുന്നു എന്നുള്ള കാര്യം. ടെക്നിക്കലായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ അത് അതേ രീതിയിൽ തന്നെ നിൽക്കുമെങ്കിലും മറിച്ചുള്ള ചില കാര്യങ്ങളുണ്ട്. അതായത് എവറി ഡേ വേൾഡ് അപ്ഡേറ്റ് ആവുന്ന കൂട്ടത്തിൽ തന്നെ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടു പോകേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ഇടതുപക്ഷ സർക്കാർ ഇപ്പോഴാണ് ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങളുടെ മാറ്റങ്ങൾ ഇടതുപക്ഷ സർക്കാർ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ഇതിൻ്റെയൊക്കെ ഒരു പിന്തുടർച്ച കൃത്യമായിട്ട് വരാത്തൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് CPM വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുത്തതുപോലെ കോൺഗ്രസ് വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുക്കാത്ത പക്ഷം ആ വിദ്യാഭ്യാസ വകുപ്പ് വളരെ പരിതാപകരമായ ഒരവസ്ഥയിലേക്ക് പോകും. ഒരു ന്യൂനപക്ഷങ്ങളുടെ അല്ലെങ്കിൽ തങ്ങളുടെ ആളുകൾക്ക് വേണ്ടിയിട്ട് മാത്രം എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്, കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് ആ വകുപ്പിനെ, പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനെയൊക്കെ ഉപയോഗപ്പെടുത്തുന്ന ഒരു രീതി നമ്മൾ കാണേണ്ടി വരും. അതായത് UDF അധികാരത്തിൽ വന്നാൽ വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുക്കുക എന്നുള്ളത് UDFന്റെ ഒരു തീരുമാനമായിരിക്കും. അങ്ങനെ ഒരു തീരുമാനം വന്നാൽ ലീഗ് അതിനെ സമ്മതിക്കുന്നു തോന്നുന്നുണ്ടോ? ഇവിടെയാണ് മറ്റ് പല SNDPയുടെയും അതോടൊപ്പം തന്നെ NSSന്റെയും നേതാക്കന്മാരൊക്കെ ഉന്നയിക്കുന്ന കാര്യങ്ങൾക്ക് ചില പ്രസക്തി ഉണ്ടാവുന്നത്. മുസ്ലിം ലീഗ് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ മറ്റു പല സമുദായ അംഗങ്ങളും അവഗണിക്കപ്പെടും. ക്രിസ്ത്യൻ, SNDP, NSS ഇവരാണല്ലോ പ്രധാനമായിട്ടും കേരളത്തിൽ സ്കൂളുകളൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരുപാട് മുസ്ലിം സാമുദായിക സംഘടനകളുണ്ട്. അപ്പം മുസ്ലിം ലീഗ് ഈ ഒരു വകുപ്പ് അവരുടെ കയ്യിൽ വശം വെക്കുന്ന സമയത്ത് അവർ ചെയ്യുക എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അവരുടെ സമുദായത്തിൽപ്പെട്ട ആളുകളെ മാത്രം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ഇതിനെക്കുറിച്ച് AK ആന്റണി അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. കോൺഗ്രസിലെ പല നേതാക്കന്മാരും ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് ബോധവാന്മാരാണ്. പക്ഷെ ആ വകുപ്പ് ഏറ്റെടുക്കാനായിട്ട് കോൺഗ്രസിന് എന്താണ് പ്രശ്നം എന്നുള്ളതിനെക്കുറിച്ച് കോൺഗ്രസ് വ്യക്തമാക്കട്ടെ. ഇപ്പൊ റവന്യൂ വകുപ്പ് മുസ്ലിം ലീഗിന് വിട്ടുകൊടുത്താലും പ്രശ്നമില്ല. ഒരു പരിധി വരെ ഈ ആഭ്യന്തരവും ധനകാര്യവും പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ് വിദ്യാഭ്യാസ വകുപ്പ് എന്ന് പറയുന്നത്. ആ വിദ്യാഭ്യാസ വകുപ്പ് കോൺഗ്രസിന്റെ കൈവശം വെക്കാതെ അത് ഘടകകക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗിന് കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ വിദ്യാഭ്യാസ വകുപ്പ് കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള നേട്ടങ്ങളെയെല്ലാം അറബിക്കടലിൽ കൊണ്ട് തള്ളുന്നതിന് തുല്യമായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ നിന്നുള്ള സാധാരണക്കാരായിട്ടുള്ള പൊതുജനങ്ങൾ ഒരുമിച്ച് നിന്ന് ചോദിക്കുന്നത്, UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ വിദ്യാഭ്യാസ വകുപ്പ് മുസ്ലിം ലീഗിന് കൊടുക്കുമോ അതോ കോൺഗ്രസ് ഏറ്റെടുക്കുമോ എന്നുള്ളത്. ഇത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് നല്ല രീതിയിലാണ് നടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പലരും ശിവൻകുട്ടിയെ അവഹേളിക്കുന്ന സമയത്തും ശിവൻകുട്ടി നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികളും പരിപാടികളും വിജയകരമായിരുന്നേ. പലരും കളിയാക്കാനായിട്ട് ട്രോൾ മെറ്റീരിയലായിട്ട് ശിവൻകുട്ടി മാമ, ശിവൻകുട്ടൻ അപ്പൂപ്പ എന്നൊക്കെ പലരും ട്രോളുമായിരിക്കും. പക്ഷെ ശരിക്കും വിദ്യാർത്ഥികൾ അറിഞ്ഞ് അദ്ദേഹത്തെ വിളിച്ചിരിക്കുന്നതാണ് ശിവൻകുട്ടി അപ്പൂപ്പ എന്നത്. അതിനകത്തൊന്നും ഒരു സംശയവും ആർക്കും വേണ്ട. അപ്പൊ നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ VD സതീശൻ ഇനി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. കാരണം നികുതി വരുമാനം വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചും നികുതി കുടിശ്ശിക പിരിച്ചെടുക്കുന്നതിനെ കുറിച്ചും
ഒക്കെ വി ഡി സതീശൻ പറയുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം നമ്മൾ കണക്ക് വെച്ച് സംസാരിക്കുന്ന സമയത്ത് ഈ 2011 മുതൽ 2016 വരെ ഉണ്ടായിരുന്ന കുടിശ്ശികയും ഇപ്പോഴത്തെ കുടിശ്ശികയും ഒക്കെ എടുത്തു വെച്ചത് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. അതേക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ടൊന്നും പറഞ്ഞു പോകുന്നില്ല. അന്നപ്പോൾ ഒരു പക്ഷേ ഇദ്ദേഹം പറയാൻ വേണ്ടി പോകുന്നത് അന്ന് അദ്ദേഹം മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നില്ലല്ലോ, അദ്ദേഹത്തിന് ഇത്രയും വലിയ രാഷ്ട്രീയ പ്രാധാന്യം ഉണ്ടായിരുന്നില്ലല്ലോ എന്നൊക്കെയാണ് പറയാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ വി ഡി സതീശൻ വ്യക്തമാക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ആരായിരിക്കും കേരളത്തിന്റെ UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി എന്നുള്ള കാര്യം. കാരണം ജനങ്ങൾക്കിടയിൽ വാഗ്ദാനങ്ങൾ നൽകി ഇങ്ങനെ ഇദ്ദേഹം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ കോൺഗ്രസിന് രീതിയുണ്ട്, അത് കോൺഗ്രസ് ഇലക്ഷൻ കഴിയുമ്പോഴത്തേക്ക് ഒരുമിച്ച് MLA-മാരെല്ലാം കൂടെ കൂടും, അവരുടെ പാർലമെന്ററി പാർട്ടി നേതാവിനെ തെരഞ്ഞെടുക്കും, ആ ആളായിരിക്കും കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് ചുമതല ഏറ്റെടുക്കുക, UDF-ന്റെ മുഖ്യമന്ത്രി തന്നെ സത്യപ്രതിജ്ഞ ചെയ്യും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. UDF-ന്റെ മുഖ്യമന്ത്രിയാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് ആരാണ് എന്ന് കൂടി വി ഡി സതീശൻ വ്യക്തമാക്കണ്ടേ? അല്ലാണ്ട് വി ഡി സതീശൻ ഇപ്പോൾ നൽകുന്ന ഒരു ഉറപ്പ് പാലിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ പിന്നെ വോട്ട് ചെയ്യുന്ന ജനങ്ങൾ വെറും വിഡ്ഢികളായിട്ട് മാറത്തില്ലേ? അപ്പോൾ ഞാൻ ചോദിക്കുന്നത് 2011 2016 വരെയും അതിനു മുമ്പൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിലൊക്കെ ഈ നികുതി പിരിച്ചെടുക്കുന്നതിൽ വരുത്തിയിട്ടുള്ള വീഴ്ചകൾ, ഈ വീഴ്ചകളെ കുറിച്ചാണ് വി ഡി സതീശൻ സംസാരിക്കുന്നത്. അന്ന് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ അന്ന് ഞാൻ ഉണ്ടായിരുന്നില്ലല്ലോ ആ മന്ത്രിസഭയിൽ എന്നുള്ള ഉത്തരമായിരിക്കും വി ഡി സതീശൻ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ വി ഡി സതീശനോട് നമ്മൾ ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ചാൽ വി ഡി സതീശൻ ഈ കാര്യങ്ങളൊക്കെ ജനങ്ങളോട് പറഞ്ഞിട്ടാണോ വോട്ട് നേടാൻ വേണ്ടിയിട്ട് പോകുന്നത്? അപ്പോൾ വി ഡി സതീശൻ മുഖ്യമന്ത്രി ആയിട്ടില്ല എങ്കിൽ ഇതിന്റെ ഉത്തരവാദിത്വം ആരായിട്ടെടുക്കും? ഒരു പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് തന്നെ വി ഡി സതീശൻ ഒന്ന് കൺസിഡർ ചെയ്യണമെന്നൊരു ചെറിയ അഭ്യർത്ഥനയുണ്ട്. വി ഡി സതീശൻ പറയുന്ന ഒരുപാട് കാര്യങ്ങളിൽ ഒരുപാട് പുതുമയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനൊരു പുതുയുഗ യാത്ര എന്ന് പേരിടുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ പ്രാക്ടിക്കലി ഇതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് കൂടി വി ഡി സതീശൻ വിശദീകരിക്കേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിദ്യാഭ്യാസ വകുപ്പ് വി ഡി സതീശന്റെ കോൺഗ്രസ് പാർട്ടി ഏറ്റെടുക്കുമോ അതോ മുസ്ലിം ലീഗ് ആയിരിക്കുമോ ഭരിക്കുന്നത് എന്നറിയാനായിട്ട് കേരളത്തിലെ പൊതുസമൂഹത്തിന് താല്പര്യമുണ്ട്. അതിനെക്കുറിച്ച് ഈ പുതുയുഗ യാത്രയുടെ ഏതെങ്കിലും ഒരവസരത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പരാമർശം അല്ലെങ്കിൽ ഒരു പ്രസ്താവന കേരളത്തിലെ പൊതുസമൂഹം പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്.